आवर चैनल। तो बैंगलोर डेज की कौन नए पार्ट के साथ आ गए है। तो यार अभी तक तो ना मूवी बहुत बढ़िया चल रही है और हमें लोगों ने देखा कि दिव्या की मैरिड लाइफ कुछ ऐसे बढ़िया नहीं चल रही है। Exactly, बहुत कॉम्प्लिकेशंस आ रहे हैं क्योंकि उसका जो हस्बैंड है वो बिल्कुल भी कोऑपरेटिव नहीं है। वही बाकी देखते हैं कि अगला पार्ट कैसा होगा। सो फिर आप भी देखिए हम भी देखते हैं। लेट्स स्टार्ट। ओ ये भी सोफे पे सो रहा है। दैट वाज शॉकिंग। इसका हस्बैंड है ना? हाँ बहुत अजीब है। वही क्या पता है दिव्या इसके अंदर कुछ चेंज लाए बाद में। वाह जो ये पेंटिंग है वो इसने इसलिए करी थी, अब इसको हिट हुआ है। अब कितना खुश हो रहा है। आप खुश हो रहा है। और उस टाइम उसके साथ लड़ रहा था। कितनी सुंदर यार, वाओ कितनी सुंदर बटरफ्लाईज बनाई है। वही बहुत सुंदर यार। मतलब दिव्या तो बहुत टैलेंटेड है और अब उसको लग रहा है। वाह शायद लेटर लिया है। सॉरी है कितनी क्यूट लग रही है। लेटर लिखा है थैंक यू फॉर द मॉर्निंग। क्या है मॉर्निंग ब्यूटी। ஆமா இத நான் என்னன்னமா சொல்றது. இந்த வீட்ல எல்லாம் தலை கீழ நடக்குது. வீடெல்லாம் அழுக்கா இருக்குதுமா. காலைல நான் வரும்போது கிளாஸ் கழுவுல தட்டு கழுவுல. நான் வரும்போது அவசரமா தாஸ் பாப்பா தான் அந்த பொண்ணு காஃபி போட்டு கொடுத்துட்டு ஆபீஸ் கிளம்பினாரு. அந்த பொண்ணு அப்ப எந்திரிக்கவே இல்ல. எதுக்குமா தாஸ் பாப்பாக்கு இப்படி ஒரு கல்யாணத்தை பண்ண வெச்சீங்க? அம்மா அவ வந்திருக்கா. நீங்க டெய்லி சாயந்தரம் ஃபோன் பண்ணுங்க. நான் வீட்ல தான் இருப்பேன். ஃப்ரீயா பேசுறேன். நான் வெச்சறேம்மா. அமெரிக்கால எல்லாரும் கேட்டேன்னு சொல்லுங்க. ഇവന്മാർക്കൊന്നും ചെയ്തു കൊടുത്തിട്ട് കാര്യമില്ല. എങ്ങനെ ട്രെയിൻ ചെയ്താലും ഇവന്മാരൊന്നും ബൈക്ക് ഓടിച്ച് നന്നാവില്ല. സാറിന് ഇതിൽ എന്തിനാ ടെൻഷൻ? ഞാൻ ഇവരുടെ കോച്ചായി പോയി. കോച്ചിന്റെ പണി പഠിപ്പിക്കലല്ലേ? പോത്തിന് വേദോദിട്ടും ബൈക്കിന്റെ ടിപ്സ് പറഞ്ഞു കൊടുത്തിട്ടും ഒരു കാര്യമില്ല. അത് ശരി, ഞങ്ങൾ നന്നാവും കോച്ച്. വിശ്വാസം അതല്ലേ എല്ലാം. നിന്റെ അപ്പന്റെ കാശെന്ന് പറഞ്ഞ് വെറുതെ കളിക്കല്ലേ സാമി. കൂൾ കോച്ച്, കൂൾ കൂൾ. ക്ലബ് അടച്ചു പൂട്ടേണ്ടി വരും. ഉഷാറായിക്കണം മോനെ. ഇന്റെ പവർ ഇപ്പൊ കൂടി ഉണ്ടാവൂലേ? ഈ ഇരിപ്പനൊന്ന് ശരിയാക്കണം. ആ കുഴി അതാണ് സ്വീറ്റ് സ്പോട്ട്. കയറിയിരിക്കും. പിന്നെ ചിന്ന എപ്പോഴും ഹാൻഡിൽ ബാറിന്റെ മോളുണ്ടാവണം. ഞാൻ കാണിച്ചത് ഒന്ന് പിടിച്ചേ. ആ പിടി. ഇതാണ് കറി. എഞ്ചിനീയർ മകനെ സംരക്ഷിക്കാൻ അമ്മായി പറഞ്ഞു. പിന്നെ ഇങ്ങനെയാ ഞാൻ തന്നെ ആദ്യമായിട്ട് ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങണേ. ഇത് നല്ലൊരു തുടക്കമാവട്ടെ. എത്ര ആകലു? ഹലോ അർജുൻ ഹിയർ. हेलो सर. കുട്ടൻസ് വണ്ടി കയറ്. കാർ എത്തിക്കാനുള്ളതാ. അല്ല ഇത് കണ്ട എന്താടാ ബാംഗ്ലൂർ അങ്ങനെ പലതും കാണും. നീ വണ്ടി കയറി. എന്നാലും ഇവരെന്ത് ഉമ്മച്ച് വിളിക്കാ? അവര് കളിച്ചോട്ടോ. നീ വേഗം यार इसको तो बात हो ही नहीं रही। നിർത്തണല്ലേ? കഷ്ടം. കേരളത്തിലെ സംസ്കാരം തന്നെ നല്ലത്. അതെന്താ കേരളത്തിലെ ഉമ്മ നോക്കില്ലേ? ഏതായാലും നട റോട്ടിൽ ഉമ്മ നോക്കില്ല. നമുക്ക് നമ്മുടേതായ ഒരു സംസ്കാരമില്ലേ, മൂല്യങ്ങളില്ലേ? ഇത് സംസ്കാരവും ചരിത്രവും നല്ല കുട്ടൻസ്. പ്യുവർ ബയോളജി അല്ലേ? ബയോളജി ആണെങ്കിൽ അത് എല്ലാവരും ബാധിക്കുന്ന കാര്യമല്ലേ? നിനക്കും എനിക്കൊന്നും അങ്ങനെയല്ലല്ലോ. നേർവഴിയിലൂടെ നടക്കാനാണ് നമ്മളൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. നീ എന്തൊന്നും പറയാത്ത കുട്ടാ. അവനവന്റെ കാര്യം പറഞ്ഞ പോരെ. നീ എപ്പോ എങ്ങനെ? അതിപ്പോ എപ്പോഴായിരുന്നു? എന്നിട്ട് എന്നോട് ആരും പറഞ്ഞില്ലല്ലോ. കുട്ടാ അതിന്റെ ഒരു കാര്യം. അജു ഇത് വലിയ ചതിയായി പോയിട്ടോ. ചിരിക്കണ്ട, നോക്കിക്കോ. ഇനി ഞാനൊന്നും പറഞ്ഞില്ല.
കുട്ടായി സ്റ്റാർ. ഒന്ന് ക്ഷമി. എന്റെ കാര്യം വിടും. കുട്ടൻ സപ്പ് ഇതുവരെ ഒരിക്കലും ഓ അയ്യടാ അതിനൊക്കെ വേറെ ആളെ നോക്കണം. ഈ കുട്ടനായിനൊന്നും കിട്ടൂല. അതൊക്കെ എന്റെ സംസ്കാരത്തിന് നിരക്കാത്ത കാര്യങ്ങൾ. വാ ശരി. कुट्टन कैसे देख रहा है भाई, कुट्टन भी कैसे അല്ല നമ്മള് എന്താ പറഞ്ഞോണ്ടിരുന്നത്? സംസ്കാരം ആ സംസ്കാരം അല്ലേ? അയ്യോടാ ഞാൻ ഒന്നിനും പേടിക്കണം. ഈ ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇല വീണാലും കേട് ഇലക്ക. वाह हाँ ओए क्या ये बत्ती से निकल के हाथ में दे दूंगी हाँ? कुछ बोल ही नहीं पाया कुट्टन. कुट्टन ऐसे फ्री. എന്താ പറഞ്ഞേ? ഞാൻ നിന്നെ പ്രേമിക്കുന്നു ചേട്ടാന്ന്. അയ്യടാ അത്ര ഹിന്ദിക്ക് എനിക്കറിയാം. समझ भी नहीं आया. അല്ല കുട്ടൻ, അപ്പൊ നീ ഇലയാണോ മുള്ളാണോ? എടാ പിന്നെ ഞാൻ ഓരോന്ന് ഒപ്പിച്ചിട്ടൊന്നും പറയൂല. इधर दिव्या खाना बना रही है. आई होप ये भाई साहब अंजू. ഹായ്. ഇതെന്ത് കോലം ഇത്? നിന്റെ മാംഗോ ജ്യൂസ്. താങ്ക് യു. वाह ഇത് അജു. ഹേയ് ഇത് കുട്ടേട്ടൻ. ഹലോ. कुट्टन से तो बड़े अच्छे से मिले, अंजू से नहीं मिले. പുറത്തുനിന്നല്ലേ ഭക്ഷണം അതാ. നീ കുക്ക് ചെയ്തോ? നല്ല നാടൻ ഷാപ്പാട്. ആ നന്നായി. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി? നീ എപ്പോഴാ കുക്ക് ചെയ്യാൻ പഠിച്ചത്? അവളൊരു ഏപ്രിൽ ഇന്നത്തെ സ്പെഷ്യൽ മെനു മാങ്ങാ പുളിശ്ശേരി, ക്യാബേജ്. പോലെ. ഇതാണ് കിച്ചൺ. കുടിക്കാന്നല്ലോ വേണം. ആയിക്കോട്ടെ. जी बिल्कुल. ദാസേട്ടാ സോഫ്റ്റ് ഡ്രിങ്ക്സ് മതി കേട്ടോ. അവനെന്താ വിളിച്ച? ദാസേട്ടെന്നോ? ആ നീയോ അങ്ങനെയാണ് വിളിക്കുന്നത്? ഞാൻ അങ്ങനെയല്ല വിളിക്കാം, പക്ഷെ നീ വിളിക്കണം കേട്ടോ. ഞാൻ വിളിച്ചത് തന്നെ. ആ ഇത് കൊള്ളാലോ. അതൊന്നും തൊടില്ല അജു. നീ എന്തിനാ ഇവിടെ ഇരിക്കണേ? നീ ഒന്ന് കുളിച്ചോ? അവരുടെ കൂടെ പോയിരിക്കും. നിന്റെ മാംഗോ ജ്യൂസ് എവിടെ? ഇവിടെ എല്ലാവർക്കും ആപ്പിൾ ജ്യൂസാ ഇഷ്ടം. ഓ ദിവ്യ അച്ചാർന്ന് എടുക്കൂ. ആ वो खाने में बैठी സ്റ്റോക്ക് है. മാർക്കറ്റ് ക്രാഷ് ആയപ്പോ ശരിക്കും പേടിച്ചു പോയി. പിന്നെ മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ വിട്ട് ഇൻഷുറൻസിലേക്ക് മാറി. റിസ്ക് इसको എടുക്കണ്ടല്ലോ. तो अंजू के तो कुछ बात नहीं समझ आ रहा होता है. 6.2%. അതിനേക്കാൾ ബെറ്റർ റേറ്റ്സ് മാർക്കറ്റിൽ കിട്ടും. ആണോ? അപ്പൊ അതൊന്ന് അന്വേഷിക്കണല്ലോ. നല്ല നാരങ്ങ അച്ചാറാ. അതെ നന്നായിട്ടുണ്ട്. वो वो तो लड़के उसको करने तो ऊपर देख डालो। रहा है कि कैसे कर ആ रहा है. अंजू तो बहुत फ्रैंक मैं- है. ഗുരുവായൂരപ്പണ്ടായ സംഭവല്ലേ? അതുകൊണ്ട് അച്ഛമ്മേനെ പിസ വരെ തീറ്റിച്ചിട്ടുണ്ട്. ഇവളെന്തും പറഞ്ഞോ കൊടുത്ത് അവളുണ്ടാക്കിയ അപ്പമാണെന്നോ? എന്താ അപ്പാന്ന് പറഞ്ഞു? ആ വെരി ഫണി. അന്ന് ദിവ്യക്ക് എന്ത് പ്രായം ഉണ്ടായിരുന്നു? 18 साल 2 महीने पहले. ദിവ്യ എന്നെയാ ചവിട്ടുന്നത്. ओह! ये बिल्कुल ही अलग इंसान. उसको अच्छा So, नहीं अर्जुन. लग रहा शायद. तुम क्या कर? അർജുന്റെ പേരൻസ് എവിടെ? ओ यार उसके पेरेंट्स कहाँ हैं अर्जुन के? അപ്പൊ കുടുംബചരിത്രം ഒന്നും അറിയില്ലല്ലേ? ആ എന്താ കുഞ്ചു, നീ പറഞ്ഞിട്ടില്ലൊന്നും? മൈ പേരൻസ് ആർ ഡിവോഴ്സ്ഡ്. ओह ഓക്കെ. അവരെവിടെ ഉണ്ട് ഇപ്പം? मैं कितना वो वो क्यों इन्फॉर्मेशन टिक कर रहा है? ഇസ് ദർ എ പ്രോബ്ലം? എന്ത് പ്രോബ്ലം? അച്ഛൻ ആർമിയിലെ കേണലാണ്. ചൈന ബോർഡറിൽ എവിടെയുണ്ട്. അമ്മ ഹൗസ് വൈഫ്. ഏതോ വീട്ടിൽ ആരുടെയോ വൈഫ്. ओह You don't sound like you approve of it. Who am I to approve? ഈ കല്യാണം എന്ന് പറയുന്ന ഒരു ലീഗൽ പണിഷ്മെന്റ് ആണ്. കേട്ടിട്ടില്ലേ? ഒന്നെങ്കിൽ ജീവപര്യന്തം അല്ലെങ്കിൽ വലിയൊരു ഫൈൻ. അവർക്ക് ഏതായാലും ജീവപര്യന്തം വേണ്ട, പിന്നെ ഫൈൻ. അതെന്റെ മണ്ടയ്ക്ക്. बेचारे. അജു ഞാനിന്ന് ഡിസേർട്ടിന് എന്താ ഉണ്ടാക്കിയെന്നറിയോ? നിന്റെ ഫേവറേറ്റ് സേമിയ പായസം. വാ എന്നെ ഹെൽപ്പ് ചെയ്യ്. यार ये कितना नीच आदमी है यार. ആ ഞാനൊരു ജോഗിന് പോയിട്ട് വരാം. അല്ല ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കരുത് ദാസേട്ടാ. നോ നോ റിലാക്സ്. നോക്കൂ, നമുക്ക് വൈകുന്നേരം ഇവരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ? ആ നോക്കാം. അയ്യോ ഫിലിമിന്റെ കാര്യം ചോദിക്കായിരുന്നു. നോക്കൂ
നോക്കൂ നോക്കൂ എന്ന് വിളിക്കാൻ ഇയാളെന്താ നോക്കൂ കുത്തി. ഒന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ ഒക്കെ കല്യാണം കഴിയട്ടെ, അപ്പൊ ഞാൻ കാണിച്ചു തരാം. यार अज्जू ना इससे लग रहा है कि दिव्या को पसंद करने लग गया है. അജു, മൂപ്പർക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. क्लोज है ये दोनों. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതുമല്ല, നിന്നെ അറിയാത്തോണ്ടല്ലേ. വിടു കുഞ്ചു, അയാൾ ഇപ്പം എന്നിട്ട് എന്തിനാ? ആർക്കും തോന്നില്ല, എനിക്കൊന്നുമില്ല. ഒരു അച്ഛൻ്റെ അമ്മയുടെയും കെയർ ഓഫ് ഇല്ലാതെ ഞാൻ എവിടെയെങ്കിലൊക്കെ എത്തും. നീ എവിടെ വേണേലും എത്തിക്കും, ഞങ്ങളെ കൂടെ കൂട്ടിയാ മതി. അതെ, അത് നിനക്ക് വേറെ ഒരു ചോയ്സ് ഇല്ല. അല്ലേ അല്ലേ അല്ലേ, പറ പറ क्यूट है यार ये तीनों एक दूसरे का साथ रखते हैं. तीनों बड़े अच्छे वही. friends हैं. ഓട്ടോ വരെ നമ്മളെക്കാൾ സ്പീഡിലാണ് പോകുന്നത്. എന്താ? ഓ ഇനി 10 മിനിറ്റേ ഉള്ളൂ. ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്യാൻ. ഈ ട്രാഫിക്കിൽ ഇവിടെ എത്താൻ പറ്റില്ല. ഏ, അത് ലാലേട്ടന്റെ ഫിലിമായിരുന്നു. നിർത്താൻ പറയാം. ഞാൻ പറയാം. ദസറ, ഇവിടെ നിർത്തൂ. ये चलाएगा अज्जू. ഇവിടെ. എന്ത് പറ്റി? അല്ല, നല്ല കാലാവസ്ഥയാണല്ലോ ഇപ്പൊ, ചുമ്മാ നടക്കാൻ തരി. ओ നടന്നു പോയാലേ ഇതിലും പെട്ടെന്ന് എത്തും. സിനിമ എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് വിളിച്ചു പറയാം. അപ്പൊ ഓക്കെ ദസറ, ബൈ ആൻറ്റി. താങ്ക് യു വെരി മച്ച്. ഓക്കെ ബൈ. ഗുഡ് നൈറ്റ്. വരുന്നുണ്ടെങ്കിൽ പാടാ, കിന്നേരം പറഞ്ഞോണ്ട് നിൽക്കുക. അപ്പോ വിസ ഒക്കെ അപ്ലൈ ചെയ്യണ്ടേ? ഉണ്ട്. ഞാനിടയ്ക്ക് ജോലിക്കാര്യത്തിന് വേണ്ടി പോകാറുള്ളതാ. ചിലപ്പോൾ 2 ആഴ്ച, ചിലപ്പോൾ 2 മാസം. ഓ, അങ്ങനെ. तू ये अकेले जा रहा है क्या? ഞാനിവിടെ ഇല്ലാത്തപ്പോൾ ദിവ്യ കുട്ടനോട് നാട്ടിൽ പോകുന്നു, അതോടെ നിൽക്കുന്നു. എങ്ങനെയായാലും ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഐ കൻ ബുക്ക് യുവർ ടിക്കറ്റ്സ്. ഡൺ. उसका वेट भी नहीं करता, खाता है और चले जाता है. कैसा सा है यार. ഹലോ. കുട്ടേട്ടാ, ഞാനാ. ആ പറ പറ. അജു ഉണ്ടോ? ആ ഉണ്ടല്ലോ, ഞാൻ കൊടുക്കാം. എന്നാ, നിനക്കാ. കുഞ്ചു, പടം അടിപൊളിയായിരുന്നു. പോടാ, ഞാനൊരു കാര്യം ചോദിക്കാനാ വിളിച്ചേ. പറ. അതെ, മിസ്റ്റർ ജോലിക്ക് US പോകണത്രേ. അപ്പൊ എന്നോട് ചോദിച്ചു ഇവിടെ നിൽക്കുന്നോ നാട്ടിൽ പോണോന്ന്. എന്ത് ചെയ്യണം? പോണോ നിക്കണോ? ഓഫ് കോഴ്സ് പോകണ്ട. കുട്ടനോട് ലീവ് എടുക്കാൻ പറയാം. We can have so much fun. ബൈ. वो तो खुश है कि हम तीनों मजे मारे. Nice, right? ഇതാ പോസ്റ്റിൽ കണ്ട ആൾക്കാരല്ലേ? ആ ശരിയാണല്ലോ. കുട്ടേട്ടാ, ദേ, അർജുൻ ബ്യൂട്ടി അല്ലേ? ये कौन है इसका ഒന്ന് കണ്ടോട്ടെ. ബാൻ റേസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, കാണാനല്ല. അത് കൊള്ളാം. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള റൈഡേഴ്സിന് സാധാരണ ഒരിത്തിരി ഉളുപ്പുണ്ടാവാറുണ്ട്. പക്ഷെ നിന്റെ തൊലിക്കട്ടി സമ്മതിക്കണം. വേണ്ട ഫർഹാൻ. എന്താ ബ്രോ, എന്താ ഇവന്റെ പ്രശ്നം? നീ ഇപ്പൊ ഈ ജോക്കർ ഗാങ്ങിലാ? സ്റ്റോൺ റൈഡേഴ്സ്. ജോക്കർ ഗ്യാങ്ങാ? പണ്ടൊക്കെ ശിവയെ ഒരു ലാപ്പിലെങ്കിലും ക്രൂസ് നിനക്ക് പറ്റിയിട്ടുണ്ടോടാ. പിന്നെ ഇപ്പൊ കിടന്ന് ചുമ്മാ തിളക്കല്ലേ. ജോക്കർ ജോക്കർ. यार देखा जाए अभी तक तो बढ़िया चल रहा है. यहाँ पे मिस्टर उसके चले गए हैं यूएस से. तो अभी तक तो बढ़िया चल रहा है. मेरे को ऐसे लग रहा है पता नहीं क्यों अज्जू मतलब उसको पसंद करता है शायद, है ना. बट ये जो अभी लड़ाई हुई है ना, इससे ऐसा लग रहा है कुछ ना कुछ सीन क्रिएट होने वाला है, जो कि उसके हस्बैंड को पता लग जाएगा कि वही. ऐसा कुछ हुआ है. और अगर पता लग जाएगा कुछ हुआ है और फिर वो क्या बहुत react दिव्या करेगा का वो. क्या करेगा वो भी हम लोगों को जानेंगे. पर ये है कि उसका जो मिस्टर है दिव्या का, वो कुट्टन पे थोड़ा विश्वास करता है. पर कुट्टन अज्जू पे नहीं करता. हाँ मतलब अज्जू को इतना कुछ खास पसंद नहीं है. तो देखते हैं कि अगला पार्ट कैसा होता है. तो गाइस यही था हमारा रिएक्शन. आप लोगों को कैसा लगा कमेंट करके जरूर बताइएगा. अगर अच्छा लगे तो इस पार्ट को लाइक करिए, शेयर करिए, कमेंट और करिए. अगर चैनल पे नहीं तो सब्सक्राइब करिए. बाकी हम लोगों ने अपने इंस्टाग्राम हैंडल का लिंक डिस्क्रिप्शन में दिया. अगर फॉलो करना चाहते हो तो कर सकते हो. तो मिलते हैं एक और नए पार्ट के साथ. तब तक के लिए बाय.